LDF ക്യാമ്പിൽ എന്താണ് ചർച്ചകൾ എന്ന് നോക്കാം. മുബഷീർ പി അക്ബറുണ്ട്. മുബഷീർ, സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പരിഗണിക്കുക എന്നതിലേക്കാണോ പോകുന്നത്, അതോ പാർട്ടി ചിഹ്നത്തിൽ തന്നെ ഒരു സ്ഥാനാർത്ഥി എത്തുമോ? ഒരാഴ്ചക്കകം തീരുമാനമുണ്ടാകുമെന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. ആരുടെയൊക്കെ പേരിലാണ് ഇപ്പോൾ ചുറ്റിത്തിരിയുന്നത് ചർച്ചകൾ? ഗുഡ് ഈവനിംഗ് വിനീത വേണു. തീർച്ചയായും LDFനെ സംബന്ധിച്ച് UDFന്റെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് വേണ്ടി തന്നെയാണ് LDF ആ ഒരു മണ്ഡലത്തിൽ കാത്തു നിൽക്കുന്നത്. പക്ഷേ UDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ കോൺഗ്രസിലെ പല അസംതൃപ്തരെയും നേരത്തെ തന്നെ CPM ആ ഒരു മണ്ഡലത്തിൽ നോട്ടമിട്ടിരുന്നു. വിശേഷിച്ചും നേരത്തെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും ഇടത് സ്വതന്ത്രരെ പരീക്ഷിപ്പിച്ചുകൊണ്ട് വിജയിപ്പിച്ചെടുത്തൊരു ചരിത്രമാണ് CPMനെ സംബന്ധിച്ച് മണ്ഡലത്തിലുള്ളത്. PV അൻവറിലൂടെ 2 തവണ മണ്ഡലം പിടിച്ചെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായിട്ട് അൻവറെ പിണറായി വിജയനെയും ഇടതുപക്ഷ ജനാധിപത്യത്തിനെയും വിമർശിക്കുന്നത്. പിന്നീട് പുറത്തു വന്ന് രാജിവെച്ചുകൊണ്ട് ഈ പറയപ്പെടുന്ന ഇടത് സർക്കാരിനെതിരെ പ്രവർത്തിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തെ സംബന്ധിച്ചത് ഒരു അഭിമാന പോരാട്ടം തന്നെയാണ്. സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടക്കുമ്പോൾ 2 ഫോർമുലകളിലാണ് നിലവിൽ CPMൽ ചർച്ചകൾ നടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്ന്, UDFനെ സംബന്ധിച്ച് KPCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ആര്യാടൻ ഷൗക്കത്ത്, മുതിർന്ന നേതാവ് കൂടിയായിട്ടുള്ള അദ്ദേഹം സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ CPM സ്വാഭാവികമായിട്ടും മറുഭാഗത്ത് ഒരു മുതിർന്ന നേതാവിനെ തന്നെ മത്സരിപ്പിക്കാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ മണ്ഡലത്തിന്റെ ചുമതല കൂടിയുള്ള നിലമ്പൂരുകാരൻ കൂടിയായിട്ടുള്ള CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജിന്റെ പേരാണ് ആദ്യഘട്ടം മുതൽ ഉയർന്നു കേട്ടിരുന്നത്. നേരത്തെ അദ്ദേഹം അത് നിഷേധിച്ചിരുന്നെങ്കിലും പാർട്ടി അത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചാൽ മത്സരിക്കേണ്ടി വരുമെന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പ്രാദേശിക പാർട്ടി പുറത്തുനിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രണ്ടാമത്തത്, VS ജോയ് സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ ആദ്യഘട്ടത്തിൽ CPM ഈ ഒരു മേഖലയിൽ നടത്തിയ പ്രചാരണമുണ്ടായിരുന്നു. ആര്യാടൻ ഷൗക്കത്തെ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ മത്സരിക്കുമെന്നത് ആര്യാടൻ ഷൗക്കത്ത് തന്നെ പൂർണ്ണമായും നിഷേധിച്ചു. മരിക്കുവോളം കോൺഗ്രസുകാരൻ തന്നെയായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് CPMലേക്ക് ഇല്ല എന്ന കൃത്യമായ അഭിപ്രായം പറഞ്ഞൊരു സാഹചര്യത്തിൽ മറുഭാഗത്ത് VS ജോയ് ആണെങ്കിൽ ഇവിടെ DYFയുടെ ജില്ലാ പ്രസിഡന്റും CPM നേതാവ് കൂടിയായിട്ടുള്ള ഷബീറിനെ പരീക്ഷിക്കാനുള്ള സാധ്യതയാണ് നിലവിലെ സാഹചര്യത്തിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ സ്വതന്ത്ര പരീക്ഷണത്തിൽ CPM തയ്യാറാവുകയാണ്. നേരത്തെ ഇവിടെ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച ചുങ്കത്തറയിലെ കോളേജിലെ മുൻ അധ്യാപകൻ കൂടിയായിട്ടുള്ള പ്രിൻസിപ്പൽ കൂടിയായിട്ടുള്ള പ്രൊഫസർ തോമസ് മാത്യുവിൻ്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. അദ്ദേഹം മുൻ കോൺഗ്രസ് നേതാവാണ്. നേരത്തെ ആര്യാൻ മുഹമ്മദിനെതിരെയൊക്കെ തന്നെ മികച്ച മത്സരം കാഴ്ചവെച്ചൊരു നേതാവ് കൂടിയായിരുന്നു. വിശേഷം മലയോര മേഖലയിൽ ക്രൈസ്തവ വോട്ടുകൾ ഉൾപ്പെടെ നിർണായക ശക്തിയായി നിലനിൽക്കുന്ന ഒരു മണ്ഡലത്തിൽ വീണ്ടും അത്തരമൊരു പരീക്ഷണത്തിൽ CPM മുതിരുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഇക്കാര്യത്തിൽ ഒരു സാധ്യതകളെയും തള്ളിക്കളയാൻ CPM നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല. നേതൃത്വം തീരുമാനിക്കും സ്ഥാനാർത്ഥി എന്നുള്ളതാണ് ഇന്ന് ഏറ്റവും പുതുതായി പുറത്തു വന്ന CPM ജില്ലാ സെക്രട്ടറി VP അനിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ PV അൻവർ രാജിവെച്ചതുകൊണ്ട് ഉണ്ടായൊരു പോരാട്ടമായതുകൊണ്ട് തന്നെ ഇതൊരു അഭിമാന പോരാട്ടമായി കണ്ട് അൻവറിനെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് CPM നേതൃത്വം. അൻവർ നിലമ്പൂരിൽ ഒരു ഫാക്ടറുമല്ല എന്നുള്ളതാണ് VP അനിൽ വ്യക്തമാക്കുന്നത്. സമാനമായിട്ടുള്ള അഭിപ്രായം പൊളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവനും നമ്മളോട് പങ്കുവെക്കുന്നുണ്ട്. വികസനം പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നുള്ളതാണ് CPM ഈ ഒരു മണ്ഡലത്തിൽ വ്യക്തമാക്കുന്നത്. നേരത്തെ കരുളായി, പൂക്കോട്ടുംപാടം ഉൾപ്പെടെയുള്ള മേഖലകളിൽ മലയോര ഹൈവേ പോലെയുള്ള പദ്ധതികളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷ നിലമ്പൂരിലെ സംബന്ധിച്ച്.